രേഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മമ്മൂക്ക ഫാൻസിന് തന്നെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായിട്ട്. കാര്യം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ സമൂഹത്തിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകുമ്പം വർഷങ്ങളായിട്ട് നൽകി വരുമ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വീഡിയോ എടുക്കത്തക്ക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കത്തക്ക രീതിയിലുള്ള ആൾക്കാരെ ഒന്നും വിളിച്ചുകൊണ്ട് പോയി അത്തരത്തിലുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യം അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്താത്ത. എനിക്ക് തോന്നുന്നു ഇന്നും വളരെ ചുരുക്കം ആളുകളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് മലയാള സിനിമയിലെ മറ്റേതൊരു താരം ആളുകൾക്ക് നൽകുന്നതിനെക്കാട്ടിലും കൂടുതൽ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്ന് അറിയാവുന്നത്. മറ്റുള്ളവരുടെയൊക്കെ ധാരണ നമ്മൾ പറഞ്ഞ കണക്ക് മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് വീഡിയോകളിലും മൊബൈൽ ഫോണുകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ചില നടന്മാർ അല്ലെങ്കിൽ താരങ്ങളുടെ സേവനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ സഹായത്തിനെക്കുറിച്ച് മാത്രമേ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം പലരും മമ്മൂക്കയും ലാലേട്ടനും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വാങ്ങിക്കുന്ന പ്രതിഫലത്തിനെക്കുറിച്ച് പറയുമ്പം ചില ആൾക്കാർ ചില നടന്മാരുടെ പേര് പറഞ്ഞിട്ട് പറയാറുണ്ട്, അവർക്കായിരുന്നു അത്രയും പ്രതിഫലം കിട്ടുന്നതെങ്കിൽ സമൂഹത്തിന് പ്രയോജനം കിട്ടിയേനെ. അതായത് മമ്മൂക്കയ്ക്കും ലാലേട്ടനെയും പോലുള്ളവർക്ക് അത്രയും പ്രതിഫലം കിട്ടിയിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പലരുടെ സോഷ്യൽ മീഡിയയിലുള്ള പല കമൻസ് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ എന്നാലാവുന്ന രീതിയിലുള്ള മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പ്രതിഫലം മമ്മൂക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പ്രതിഫലം മമ്മൂക്കയ്ക്ക് കിട്ടിയെങ്കിൽ ഇതിലും വലിയ സഹായം അദ്ദേഹം സമൂഹത്തിന് ചെയ്തു. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ, അത് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ലോഗോ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ലോക പ്രകാശിപ്പിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മമ്മൂക്കയ്ക്കാണ്. ഞാൻ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്കും അദ്ദേഹത്തിൻ്റെ ഫാൻസിനും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു നേട്ടം. അതായത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിൻ്റെ ഒരു ലോഗോ അവർ വെച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മമ്മൂക്കയുടെ തന്നെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ഹോസ്പിറ്റലും കൂടെ ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഫാമിലി കണക്ട് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിൻ്റെ ഒരു ലോഗോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രദർശനം വെച്ചിരിക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റും. കാര്യം അതെന്ന് പറഞ്ഞാൽ ഫാമിലി കണക്ട് എന്ന് പറയുന്ന പദ്ധതി പ്രവാസികൾക്കും അവരുടെ ബന്ധുക്കൾക്കും നമ്മൾ പറയുന്ന കണക്ക് ഇപ്പം ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാനായിട്ട് ആണ് ഇത്തരത്തിലുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രവാസികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഇതിനുള്ളിൽ തന്നെ ഈ ഫാമിലി കണക്ട് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്പർ അവർ അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ അത് രാജഗിരി ഹോസ്പിറ്റലിനെ ഒരു 8590965542 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറാണ് ഇതിനോടൊപ്പം അവർ കൊടുത്തിരിക്കുന്നത്. കാര്യം അതിനകത്ത് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും പ്രവാസികൾക്കും അവരുടെ ബന്ധുക്കൾക്കും. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലുമായിട്ട് സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന് ഒരു ഹോസ്പിറ്റലിൽ കൂടെ സഹകരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അത്തരത്തിലൊരു പദ്ധതി ഉപയോഗിക്കുക എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ അംഗീകാരം, അതായത് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബാഗേജ് കളക്ഷൻ മുഴുവൻ ഇന്റർനാഷണൽ ബാഗേജ് കളക്ഷൻ സെന്ററുകളിലും അത് ലഭ്യമാണ്. അപ്പം മാത്രമല്ല അവർ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു പദ്ധതി പ്രവാസികൾക്കും അവരുടെ ബന്ധുക്കൾക്കും നൽകുന്നത് വളരെ സൗജന്യമായിട്ടുള്ള രീതിയിലാണെന്ന് കൂടി പറഞ്ഞാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ കൊല്ലം ടൗൺ യൂണിറ്റിൻ്റെ ഒരു പേജിലാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നത്. എനിക്ക് തോന്നുന്നു മുമ്പേ തന്നെ വളരെ കൂടുതൽ ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് കൂടെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ കൊണ്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.